നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നാലും ഈ കോവിഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നവരെ ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെയുള്ളവരാണ്. അവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഗ്രാൻഡ്മ ചൈൽഡ് സെന്റർ എന്ന് പറയുന്നത്. ശിക്ഷ എന്ന് പറയുന്നത് എൻ്റെ ട്രസ്റ്റാണ്. അതൊരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതില് കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്കൂൾസ് പോലെയുള്ള ഒരു പ്രോഗ്രാം പോലെയാണ്. കുറെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ഒരു ഹാളില് കുറച്ച് വളണ്ടിയേഴ്സ്, അവര് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ആവണമെന്നൊന്നുമില്ല, വളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, എഡ്യൂക്കേഷനിൽ താല്പര്യമുള്ള ആൾക്കാർ, അവർക്ക് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെയോ ഒക്കെ കൊണ്ടുവരാം. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. കാരണം അവർക്ക് ഈ ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെയുള്ളവർക്ക് മിക്കവാറും ഓൺലൈൻ ക്ലാസ്സുകളില്ല. അവരുടെ സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. അതിന് കുറേ ക്രൗഡഡ് ആയിട്ട് ഉണ്ടാവുന്ന ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ പാർക്കുകളിലോ കളിസ്ഥലങ്ങളിലോ ഒന്നും പോകാനുള്ള ഫെസിലിറ്റി ഇല്ല. വീട്ടിലും ഗസ്റ്റുകൾ വരുന്നില്ല. ഇനി ഇത് എത്ര കാലം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്നും പറയാൻ വയ്യ. അപ്പൊ അതിനുള്ളൊരു ഓൾട്ടർനേറ്റ് പ്രോഗ്രാമാണ് ഈ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഹാളെങ്കിലും കുറച്ച് വിസ്താരമുള്ള, അല്ലെങ്കിൽ പുറത്ത്, ഇപ്പൊ നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പുറത്ത് ഒരു ദറിയൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ നിങ്ങൾക്ക് മ്യൂസിക് മാറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അവിടെ കുട്ടികൾക്ക് ചവിട്ടികൾ കളിക്കുമ്പോൾ മ്യൂസിക് വരുന്ന സംഭവം, അത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബെഞ്ചിനെക്കാളും നിലത്തിരിക്കലാണ്. ഒരു 3 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അതായിരിക്കും ഇഷ്ടം. അതിന് തിന്നായിട്ടുള്ള നമ്മുടെ കുഷ്യൻസ്, വെറും സോഫ്റ്റ് കുഷ്യൻസ്, അതിന്റെ മുകളിൽ ഈ സാധാരണ റക്സിൻ വെച്ച് കവർ ഉണ്ടാക്കിയാൽ, നിങ്ങൾ ഈ ബസ്സിന്റെ ഒക്കെ സീറ്റ് കണ്ടിട്ടില്ലേ, അത് കഴുകാനും എളുപ്പമാണ്, വളരെ ചീപ്പുമാണ്. അത്തരം ഒരു ബെഡിന്റെ സൈസിലുള്ള മാറ്റ്, ഒരു 3 മാറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ക്ലാസ് റൂം ഫിൽ ചെയ്യാൻ പറ്റും. അതിന് വളരെ കളർഫുൾ ആക്കാൻ പറ്റും. കാരണം ഈ റക്സിനുകൾ ഗ്രീൻ, റെഡ്, ബ്ലൂ എല്ലാ കളറിലും കിട്ടുമല്ലോ. അപ്പൊ അത് നമ്മളൊരു സാധാരണ കിട്ടുന്ന 6x6 2 ഇഞ്ചിന്റെ സ്പോഞ്ചാന്ന് വിചാരിക്കും. ആ 2 ഇഞ്ചിന്റെ 6x6 സ്പോഞ്ചിന് ചിലപ്പം 300 രൂപ അത്രയൊക്കെ ഉണ്ടാവും. അത് നേരെ കട്ട് ചെയ്തിട്ട് 3x6 അല്ലെങ്കിൽ 3x3 ഡിഫറെന്റ് കളേഴ്സ് ആക്കുക, ഒറ്റ ബെഡ് ആക്കുന്നതിന് പകരം. അപ്പോൾ ഒരു കളർഫുൾ മാട്രിക്സ് പോലെ കിട്ടും. അത് നിലത്തിട്ട ഫർണിച്ചേഴ്സ് ഒന്നും വേണ്ട. ഫർണിച്ചറിനേക്കാളും ചീപ്പാണ്, ഫർണിച്ചറിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടമാണ്, ഫർണിച്ചറിനേക്കാളും ഫ്രണ്ട്ലി ആണ്. എപ്പോൾ വേണമെങ്കിലും ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാം, എവിടെ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ ഈ മ്യൂസിക് മാറ്റുകൾ ഇട്ടാൽ, മ്യൂസിക് മാറ്റ് എങ്ങനെയാ വെച്ചാൽ അതിൽ ജമ്പ് ചെയ്യുമ്പോൾ അത് മ്യൂസിക് ഉണ്ടാക്കും, വ്യത്യസ്തമായ പാട്ടുകൾ. അത് ചിലപ്പം നഴ്സറി റൈംസ് ആയിരിക്കും. അപ്പൊ അത് ഓരോ കോർണറിലും വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാം, പുറത്തേക്ക് വരാം. പിന്നെ കുറേ ആക്ടിവിറ്റികൾ ഉണ്ടാക്കിയെടുക്കാം. അത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഫോൾഡറിൽ വെക്കുന്നതാവണം. അത് നോളജ് ക്രിയേറ്റിംഗ് ആണ്. അപ്പൊ അവർക്ക് ഒരു സ്റ്റാപ്ലറും ഒരു ഫയലും അത്രേ വേണ്ടു. കുറേ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മാഗസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഗെയിംസ് സെപ്പറേറ്റ് ചെയ്യാം,
പൊളിറ്റീഷ്യൻസിനെ സെപ്പറേറ്റ് ചെയ്യുക, ആക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആക്ടിവിറ്റികൾ വരും. അത് അക്കാഡമിക് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ്. വ്യത്യസ്തമായ ഇത്തരം കുറേ പ്രോഗ്രാമുകൾ ഹൈലി ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നൊന്നുമില്ല, ഒരു സ്പെസിഫിക് സിലബസോ സംഭവം വെച്ചിട്ടല്ല. ഈ വരുന്ന പാരൻസ് ഉണ്ടല്ലോ, അവർക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാവും. അപ്പോൾ ഹൈലി കൊളാബറേറ്റീവ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ വെച്ചിട്ട് കുട്ടികളുടെ ഒരു ഗ്രേഡ് 3 മുതൽ ഏജ് 3 വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ ലൈഫ് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിൽ ബുക്സ്, അസൈൻമെൻറ്റ്സ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്റ്റൈൽ ഒന്നുമല്ല. ഇതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. അതിപ്പോഴും എങ്ങനെ നടത്തണം, അതിൽ ടീച്ചേഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട്, പക്ഷെ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന കുറേ പ്രോഗ്രാമുകളാവും. അപ്പോൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം. അപ്പം ഓരോ ക്ലാസ് മുറി വെച്ചിട്ട് കുറേ ടീച്ചേഴ്സിനെ വെക്കല്ല, എങ്ങനെയാണോ ഒരു വീട്ടിൽ കുറച്ച് കുട്ടികൾ ഏജ് 3 മുതൽ ഗ്രേഡ് 3 വരെ ആകുമ്പോൾ ആ കുട്ടികളെ മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂൾസിൽ വർക്കിംഗ് ഡേയിൽ നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ചില പാരൻസിന് അവരുടെ സമയം ഉണ്ടാവും, അപ്പോൾ അവർക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടൊരു വളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഈ സമയം മുതൽ ഈ സമയം വരെ ഇത്ര ആൾക്കാർ വരും, അല്ലെങ്കിൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ മെമ്പേഴ്സ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വർക്ക് ചെയ്യുന്നത് 10 to 5 ആണെന്ന് വിചാരിക്കാം. ആ 10 to 5 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ അവരുടെ പാരൻസിനും അവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഈ കുട്ടികളെ കൊണ്ടുവന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ. അതിൽ കുറച്ചും കൂടി ഹയറായിട്ട് കുട്ടികൾക്ക് പറ്റുന്ന കാർട്ടൂൺ ബുക്സോ ക്രയോൺസോ പെയിൻറ്റിങ്സോ അവരുടെ വീടുകളിലുള്ള കളി സാധനങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫെസിലിറ്റീസ് ഇതെല്ലാം ഒരു റൂമിൽ തന്നെയാണ്. എന്നുവെച്ചാൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യം വരുന്നത്. പിന്നെ അവർക്കുള്ള ഒരു വാഷ്റൂം വളരെ ക്ലീൻ ആയിട്ട് നീറ്റായിട്ടുള്ള ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. ഇപ്പം സാധാരണഗതിയിൽ വാഷ്റൂംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കമോഡ്സ് പോലും വലിയ ആൾക്കാരുടെ കമോഡ്സാണ് സ്കൂൾസിൽ പോലും ഉണ്ടാകുന്നത്. അത് കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിട്ട് മാറ്റാറില്ല. അതിൻ്റെ ഷേപ്പും സൈസും ഒക്കെ വലുപ്പവും ഒക്കെ അവരുടെ ഫ്രണ്ട്ലി ആണ്. പിന്നെ വളരെ മിനിമം സംഭവങ്ങൾ, ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ മുഖം തന്നെയാണ്. ഇപ്പം നല്ല വലിയ മിററുകൾ, അങ്ങനെ വളരെ ചീപ്പായിട്ടുള്ള, ഇപ്പം നിങ്ങൾ ഒരു വാള് പെയിൻറ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്ലാസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിലവേ വേണ്ടൂ അത്രയും സ്ഥലത്ത് ഒരു മിറർ വെച്ചാൽ. അത് വളരെ ക്രിയേറ്റീവാണ്. അപ്പോൾ അത്തരം ക്രിയേറ്റീവായിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് നന്ദന രാമകൃഷ്ണൻ ജോയിൻ ചെയ്തിട്ടുണ്ട്? അല്ല, ഈ മുഖം കാണാതിരിക്കുമ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ആരാണ് എവിടുന്നാണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഇത്തരം ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ. അത് ഒരു 5-6 കൊല്ലം മുമ്പ് കേരളത്തിലൊരു സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറേ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, കുറേ ചെറിയ ചെറിയ നഴ്സറികൾ നടത്തിയിട്ടുണ്ട്. ഹൈദരാബാദിൽ ഇത്തരം കുറേ ആക്ടിവിറ്റികളുടെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ തുടക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ഇത്തരം സെൻറ്റേഴ്സിന് ഓപ്പൺ ചെയ്യാനും വർക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് മാത്രം. പക്ഷെ ഐഡിയാസ് ഹാവ് ബീൻ സ്പ്രെഡ്. ഇപ്പം November 1 സ്കൂൾ തുറക്കുന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത്തരം ആക്ടിവിറ്റികൾ. ആ ഒരു റിക്വയർമെൻറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെയാണ് ഇപ്പം എനിക്ക് ചില കോണ്ടാക്ട്സിൽ വളണ്ടിയേഴ്സ് വരും. അവർക്ക് വളണ്ടിയർ ചെയ്യണം,
എവിടെയെങ്കിലും ഒരു കേരളം പോലെയുള്ള സ്ഥലത്ത് വില്ലേജുകളിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് വളരെ സീനിയർ ആയിട്ടുള്ള TCS, HCL അങ്ങനെയുള്ള കമ്പനികളിൽ, ഇൻഫോസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. അവർക്ക് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരെവിടെ വേണമെങ്കിലും പോയി താമസിക്കും. അവർക്ക് കുറച്ച് സമയം വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ച് സമയം അവർക്ക് വളണ്ടിയർ ആയിട്ട് പഠിപ്പിക്കാനും ഒക്കെ തയ്യാറാണ്. അപ്പം ഇന്നലെ അശ്വതിയോട് സംസാരിച്ച ആ സമയത്ത് തന്നെയാണ് HCL എന്നുള്ള ഒരു അർച്ചന, അതുകൊണ്ടാണ് അർച്ചനയെ സജസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് വൈ അർച്ചന എന്നുള്ളതിന് ആൻസർ ആ സമയത്ത് അർച്ചന കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അർച്ചന ജസ്റ്റ് ജോയിൻഡ്. അർച്ചന ഓൺലി ഫോളോസ് ഇംഗ്ലീഷ്, റൈറ്റ്? Hello. Archana, others are from Palakkad. I was talking to them so far about the classroom concept which I have, which is called the Grandma Shiksha Child Care Center. Now you can ask few questions. What is that you demand in case if you want to go and stay there? We have principal and the management representative and the PTA representative there. They have a small school, the map which I've sent you the other day. It is a place very close to my heart because my brother got married in the next village there. Okay. So my brother married to one place called Karani, Kavasheri. And his wife is from Tekkepat. That's a famous Nair family there. So in my childhood, I went and stayed there also, in that village. So it's an entirely different culture than what I have in my hometown, Nanam, which you already have seen. Palakkad is a much different system and different style. So this could be one introduction for you, I thought. Okay. So there was one requirement. What can be done? The advantage is in Kerala, it's an entirely different style of management. Our school also runs like that. The land belongs to us, building belongs to us. I can appoint anybody as teacher who is qualified as per the government now. I conduct interview, I select people. Once they got selected, the government will pay them salary. It's a beautiful system which nowhere else in the world has. That means as a manager, I can give job to somebody which is a government job actually. It's a pensionable job, it's a government job, everything is by government. But I control them. I can also suspend and dismiss them. If I don't like them and I say that I want to make paperwork for that, I can appoint somebody as a principal there. Okay, if assume there is a seniority and somebody is senior, I don't like that senior most person. I can pick up somebody from some other school and appoint them as senior and make them principal or headmaster, headmistress also. But I must see that there is minimum number of students, and if it is 40, I get one division. If it is 45, I get two divisions. So when I improve the division, I can appoint another teacher for that. The number of posts are sanctioned by government because they are paying salary. And generally it is an unofficial thing, unauthorized thing, illegal. When I appoint teachers, I take capitation from them. Because I am giving somebody a job which government pays and I am the person who is appointing, so I am taking some bribe. That goes up to 20 lakhs, 25 lakhs, 30 lakhs also. We run such a school. We have got nearly 100 teachers. So Ashwati's school is also like that, but it has only up to primary, up to 4th grade. Okay. How many teachers, Ashwati, you have? How many teachers are there? Four teachers with one pre-primary teacher.
4 teachers, 1 pre-primary 4 teacher. plus 1. How many students totally? 79. 79. In each grade, grade wise you tell. In class 1, how many are there? It starts from class 1, 2, 3, right? Class 1, 30. 30. 1, 3. 1, 3. Class 2, 50. 1, 5. 1, 5. Class 3, 12. Yeah. Class 4, 18. 18. So this is the strength of the school. Actually, in that area, Strength only is yeah, 58. 58. 58 students. 58. Yeah. Pre-primary not organized. Okay. So there is a pre-primary which can be done unauthorized. Actually, that you can like a nursery class, Yes. like an LKG, UKG. Yes. So what I am LKG, suggesting, UKG. what I am suggesting is this is the strength of the school. These children are there. This is Malayalam medium, right? Yes. Yeah. This is a Malayalam medium class. So what I am suggesting is to have an alternate another room. നിങ്ങൾക്ക് room ഉണ്ടോ അവിടെ? Do you have a room? Vacant room is there? Yes. Yeah. Because the school has got a little facility, you can have another room, which I am suggesting to have a common facility like a playground inside in-house, where I am asking them to arrange with some cushion, nice different colors, look like a child care center, which is more, maybe a cushion with rugs in, so that when children jump there, it gives a cushion effect. They can sleep there, they can sit there. So you don't require any other furniture, but keep a hall. That is my concept of grandma child care center. And each cushion can be a 3x3 2-inch cushion, which has a Rexin cover, which is of different colors, and put them as matrix, so it looks so colorful. And probably you can have a projector with a camera, so that everybody see what they are doing in the camera, so nobody will cry. This is one method which I used for KG children. They behave well when then somebody is seeing that they are recorded in that. So and they give an impression that, and it also can be recorded, so that becomes a collection of information for us how it is running. So you need a webcam and a camera to capture it, nothing more. Probably if you want to project, you need a TV or a bigger screen or a projector. So all that together may cost some 10,000 rupees or all that, you know. Projector is cheaper, but you need a recording system and all that. So I am sure with Archana's background, probably these can be done much better than where they don't have this experience. Little technology, little addition of, and then little English. See, teaching English medium by somebody who speaks English is different from a English teacher teaching English. You understood? English teacher learn English only in academics. They never used English for their communication. So probably I am not an English graduate. I am no BA, MA, PhD. But I am sure any PhD in Kerala who speaks English much worse than, maybe 10 times lower than the way I speak. Because I have got the communicative language which I used in my life. So that is one where you can fill up that gap and then make few children to understand and create such activities which will improve their communication skill. We are not shifting from Malayalam medium to English medium, but this is given as a language skill, communication skill extra. So that is one volunteership you can do. Sir, but my only concern is that kids are completely Malayalam. That doesn't matter. That I will tell you the methodology. There is another place nearby that which is called Alathur is one place nearby that. Nearby that there is one Kadakkanjeri, Vadakkanjeri Panchayat, where I have spent 1.5 years.
And my first teacher was from Hyderabad, who educated only in Canada, and I pushed her in the classroom. One day, children learned English. I will give you the techniques. That's where I said I have sent them to Goa to learn English. That program is called Icon Program. That's there in a playlist in my YouTube channel. Yeah. So that's one great thing which probably you can volunteer and do it, and then see that it can be done. One. Second one, it is not open for their children in that school only. It will be open for anybody from that village or neighboring place. They can come and play. It is not a total 10 to 5 program. The timetable can be created. Okay, sir. The time slots can be allotted. There can be volunteer teachers who may be educated people retired there, doing nothing, sitting at home, use their facility and give them a feel of how it is running so that they will take it forward. Got it? So it's a volunteer community place where they can come. There can be books, there can be library, there can be audio, there can be video, anything can be put. No syllabus, nothing. It's all up to your creativity. There can be craft. If the climate is good, the whole items can be taken outside, put a dhari there and put on top and then play there. Or maybe it can be games outside. You don't even enter the classroom, then the children come. Because grade 3 to grade 3 social skill development is 0 now because of the COVID. So we are creating a facility for children to have such a thing so that this becomes a model for different people to cultivate in different places in the days to come. Okay. Okay, sir. So don't worry about the viability of doing it, how to do it and what can be done and all that. I want Archana to meet Ashwati and Janit. Janit is the headmistress there. So that your communication, your understanding, I am only a mediator. I have nothing to get there. I am only a social development programmer or maybe a consultant. I may volunteer to do something. I can also offer some help or maybe offer some facilities or all that is possible. So between you, you could discuss how and what can be done. How do you collaborate? I can exchange your telephone numbers. I thought I will use this to connect. Okay. Otherwise, I have nothing to take. I have nothing to give. The day Ashwati spoke about the school, Archana also spoke to me. So I thought God has given a chance to connect you both. Thank you. Because when Archana spoke, I never mentioned this. It's on the same day it happened. But it was night. After we spoke, Ashwati mentioned it. Oh, That's it. Yeah. Okay, sir. Yeah. So then, how many days the school management is expecting me to stay there? You repeat it. It was not clear. Speak little slow. The breaking. Okay, so how many days the school management is expecting me to stay there? See, they have no expectation. I only created an expectation in them. Okay, sir. I did not even tell this to them. Now I am telling this. Okay, sir. I had no earlier discussion like we had no earlier discussion. I never had a discussion with them also. Okay. Okay. The program, assume that you are too smart. Maybe 1 month you could work there and then see that this is running and this is online and then you arrange somebody there who can speak. You have time for more than a month, you can stay. You like that place, you can stay. You don't like, you can come back. Because it's not a contractual agreement, right? You need a facility to stay. You need a minimum internet connection and all is must. That's why I was just asking Ashwati which connection is good there, whether the data provider is there. All that you will have to hunt and find out, or maybe talk to somebody and then find out also. I'll figure out, definitely.
Yes, sir. I think that this is a wonderful opportunity for me. I definitely want to be there. So, so I think I'll book a ticket now. No, you should speak to Ashwati and ask about what facility they have. So, The city is not very far, but you must find out some place where you can have a homestay or something that could be better, so that you can taste Kerala food and Indian food, no different. And you can speak Okay. after this connection also, you can speak to each other and then decide that. But I'm only talking about the idea and the concept, whether that is acceptable to Ashwati, and whether Janet also agrees that, and Nandana is the PTA representative. okay, sir. So, also, I was told about the initial, what are their expectations from me. Just want to understand the little background of it. You have to be a change maker. Okay. So that's the idea. The idea is, Okay. the school is running in a normal style. When a change maker's job is, in management principle, we call them as change maker, where your intervention makes, maybe in one of them is also maybe equally good. But when somebody initiates, it doesn't work that faster. When an external source comes and investigates, because you have large experience around the world, which you are trying to share to them. So it is you to decide what can be done. See, when I went to Palakkad to make an icon program, nobody told me what I am supposed to do. I created my dream. It may work, may not work. I create 5 ideas, 4 will work, 1 may not work. Doesn't matter. And I don't have favor. I don't have, Janet is not my friend. Ashwati is not my friend. Therefore, they are not my enemies also. I am not there to compete with somebody to get an advantage. Understood? My idea is to do something for society. That's all. It should be looked at like that. Okay, sir. Okay. So I think Janet and Ashwati should have a lot of questions to Archana. Archana should have questions to both Nandana, Janet. There can be communication problems, but doesn't matter. That is always possible. Okay. See, I do it not nationally. Next November 1st week, I am doing it with South Korea. Okay, sir. Some schools from Kerala is talking to schools in the Philippines, South Korea, New Zealand, lot of other schools in the world. Yeah. Okay, sir. We want these school children to develop in such a stage. Tomorrow, if I want a sample of 4th grade children, I must be able to pick up this school so that they can collaborate internationally. That's what we wanted to do. Yeah. Okay, sir. Yeah, the initial Ashwatiക്ക് ചോദിക്കാം എന്തെങ്കിലും. Ashwati or Janet can speak to Archana. Yeah. See that, how do you take it? It's only an idea which I pushed. Is it okay for you? How does it go? Yeah, so I feel like I'll talk to Janet after this call. I'll connect with them to take this forward. But you could, so that I also get to know some questions what Ashwati had or Archana had. So Ashwati and Janet, do you have any questions for me? Yeah, speak. Ashwati, Janet, samsarikku. Nandana, you could also. Yeah, and for now, nothing. I will then ideas my. Yeah. അശ്വതിക്കും ജാനറ്റിനും കേട്ടോ? സംഭവങ്ങളൊക്കെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതൊക്കെ? സാർ പറഞ്ഞതെല്ലാം മനസ്സിലായി. പക്ഷെ അർച്ചന പറയുന്നതാണ് ക്ലിയർ അല്ലാത്തത്. ഓക്കെ, ടെൽ വാട്ട് ഈസ് ദാറ്റ്. എന്താണ് നിങ്ങളുടെ അവിടെ അർച്ചന വന്നാൽ താമസിക്കാൻ സൗകര്യം ഉണ്ടാവുമോ? We will discuss about that Yeah. with my family also.
ഇത് After that, ഇതെന്താ വെച്ചാൽ ഒരു 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 സാധാരണ ഒരു ഹോം സ്റ്റേ എന്നൊക്കെ പറയുന്ന പോലെ ഗസ്റ്റ് റൂം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ താമസിക്കാൻ സൗകര്യമുണ്ടോ, അല്ല അടുത്തെവിടെയെങ്കിലും വാടക കിട്ടുന്ന സ്ഥലമുണ്ടോ? Every small house is also enough. വാടക ഉണ്ടെങ്കിലും ഷീ വിൽ സ്റ്റേ അലോൺ. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ പ്രോബ്ലം. പക്ഷെ ഏറ്റവും നല്ലത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു റൂം ഉണ്ടെങ്കിൽ ഇറ്റ്സ് നൈസ് ടു ഹാവ് ഇറ്റ്. നോ, minimum facility has to be there and there has to be internet. That is minimal. Yeah. I'll be happy, where I can move. No, actually, അർച്ചനക്ക് ഏതെങ്കിലും വില്ലേജിൽ പോയി താമസിക്കണം എന്നൊരു ഐഡിയ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അർച്ചനക്ക് ഏതെങ്കിലും വില്ലേജിൽ പോയിട്ട് സിമ്പിൾ ആയിട്ട് താമസിക്കണം. കാരണം ഇവരൊക്കെ സിറ്റിയിലേ താമസിച്ചിട്ടില്ല, ഇതുവരെ വില്ലേജ് താമസിച്ചിട്ടില്ല. അതാണ് അവളുടെ സെൽഫിഷ്നെസ്. ഷീ വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു സം പ്ലേസ് വേർ സ്റ്റേ ഇൻ എ വില്ലേജ്, but don't want to idle, use the other than office time for some social activity. Yes, exactly. So I can, like, from morning till 12 p.m. I have enough time where I can collaborate with kids, where I can talk to them and interact with them. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമാണ് അർച്ചനയുടെ പണിയൊക്കെ ഉണ്ടാവുക. മിക്കവാറും all that company works, she works for abroad, അല്ലേ? Your clients are abroad, US? അപ്പൊ US ക്ലയൻസ് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരമൊക്കെയാണ് മിക്കവാറും വരിക. സോ ഷീ ഈസ് ഫ്രീ മോസ്റ്റ് ഓഫ് ദ ഏർലി മോർണിംഗ് ടൈം അപ് ടു 12 o'clock. സോ ഷീ ക്യാൻ വളണ്ടിയർ ആസ് എ ടീച്ചർ. നല്ലൊരു യു ഹാവ് ടു മേക്ക് അശ്വതി's job. Ashwati Janet has to make a group of good volunteers who will think that their children are. See, I'll tell you, when I did it in Icon program in the neighboring place for them, I picked up 8th grade children where parents, teachers, everybody said that my children will never pass 10th class. They are all hopeless, useless. I did it 10 years back. Now after 10 years I look at them, few of them are in UK doing postdoctorate. Few of them have done MTech. Many of them are students in Bombay, Delhi. There are national institutions, they are doing their post graduation. Wipro has got a teachers training program in which 6 of them got selected. 39 of them passed with the A+ in all subjects in 10th and 12th. I picked up them from 8th class, taught only for 1 year and left them. Now also, last year we had Icon old children groups. I had a conversation. So you will see their background. Most of them are highly educated. Some of them dropped out after 8th, 9th, 10th and all that. The program did not continue like that. I ran it for 1 year. That's it. But that 1 year made a lot of difference in them. So I'm sure if this school is ready and then running, we will continue such programs every now and then, find somebody as volunteers and all that. And I have seen similar things happening in Northeast. Vivekananda Kendra, I used to spend the time. We had Infosys have funded a large money there. Okay. They have given crores of rupees. One. Second one, there are a lot of senior scientists retired from Department of Atomic Energy, Science and Technology, goes and stay there for 1 year. They give quarters, husband and wife both will be there. They are all scientists retired, but they make some small projects and then work with the children and teach physics to them. Right? Okay. So many people I have seen doing that in different parts. We could do such programs, and this is a management, so they have a lot of freedom. Only thing, they have to convince the teachers and the parents and the PTA. Yeah. So they have a meeting in the afternoon. Ashwati, you have a meeting in the afternoon, PTA? Yeah. Put this idea, your English medium free program. It has to be a free program. Maybe contributions can come. Volunteer contribution, donating something. Because nobody should think that no, you are collecting money and then paying to Archana and Archana is making money, or none of us. I can also contribute. I was telling them that we have got music mat.
where people can jump. I don't. Yeah. Dr. Bhakti, sorry to interrupt you. I need not any payment for this. I'm just coming to volunteer. All I need is that a very small room to settle down there. That's it. Yeah. Yeah. And don't give her food also. She will pay for your food. What you provide, she will pay. Or else I can cook my own food. So, yeah, that will be good. Yeah. Yeah. I just need one room and that's it. Yeah. And where I have a good internet, Yeah. so, where I have a good internet connectivity. Yeah. Where I have, yeah, that's it. An internet or a small room to stay. And ensure her safety. Oh, yeah. Safety. Yeah, ensure her safety. That is more important, no? Huh. Yes, I should. If you have anything, do not hesitate. Get in touch with me on the phone, or I will get in touch with you to talk on this program or initiate. Ashwati, what can be done is you can all. There may be a lot of educated, unemployed youth people also in your village. Associate them as volunteers, so that they improve their communication skill, they improve idea. So all that is Archana's initiative also, because the culture is not there. They will just wait for result, doing nothing. Unless somebody pay them, they don't do. They don't even know that somebody will work without payment, you know. So these are all some new ideas which we have to inculcate in such places. Yes. So, yeah, correct. If you have any, maybe you can list out such volunteers. No, we can have one or two discussions. What Ashwati has to do is, Ashwati has to speak to different people. Now some idea you got. Different people, we can have another Google Meet. Okay, maybe this week or maybe within next few days, 5 days or 10 days, let us have another discussion to see how did they did they come out with some idea, discuss, and then we will take it forward. Okay. So Janet and Ashwati discuss with the people, identify what is the idea. Okay. How do you see? You need little facilities to be created in the way I want. You create a budget, how much and where do you get this money? All that can be discussed. You discuss about it and then come back. Okay. Sorry, Ashwati, is that correct? എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം. Ashwati can ask something if she wants. Yeah. But Archana's voice is not clear. Yeah, now it's clear. She is talking and it's very clear for me. Yeah, speak. Maybe there's some connectivity problem at your. Yes, Ashwati, Janet? Any questions you have? I'm from Hyderabad. Hyderabad. So, what is the strength of the staff? Yes. Staff is 4+1. Okay. One from grade 1 to 4 teachers, and for pre-primary, 1 teacher only. From November 1st onwards, our class starts from 1 to 4. Okay. Not for Okay. Maybe I'll get for this after this. Okay. Ideas, our teachers. Okay. I will get in touch with you to know more about the school. Now there's a lot of distraction, internet. Yes. Okay, yes. okay. Yeah, thank you so much. Okay, thank you. So, Dr. TP, sir, anything you have for me now? Nothing.
Done? Are we done? Yeah, maybe I'll share your numbers to each of you and then you could have dialogue. Yeah, I'll collaborate with them. Thank Yeah. you so much. Yeah. Bye. Bye, Chandra. Thank you. Good day. Bye-bye. ക്ലിയർ ആയോ? അശ്വതിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ജാനറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് I think your internet is too bad. ഞങ്ങളെ ആ. ടീച്ചേഴ്സ് അഡ്രസ് ചെയ്തിട്ട് ആ. അറിയിക്കാം. ശരി. ടീച്ചേഴ്സും പി ടി എയും വളണ്ടിയേഴ്സും നിങ്ങളുടെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ആരെങ്കിലും ഒക്കെ. സപ്പോർട്ടേഴ്സ് കുറച്ച് പേര് വേണം. പിന്നെ അശ്വതിക്ക് അർച്ചനയ്ക്ക് താമസിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവണം. അവള് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ ഇടും. അങ്ങനെ എവിടെയെങ്കിലും വളണ്ടിയർ ആയിട്ട് പോകാൻ തയ്യാറായിട്ട് ഞാൻ കണ്ണൂർ എൻ്റെ ജ്ഞാനത്തിലൊക്കെ പോയി നിൽക്കാൻ വേണ്ടി വളണ്ടിയർ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ അശ്വതി ആ ദിവസം ആ ഒരു ഐഡിയ പറഞ്ഞത് കൊണ്ട് ഐ തോട്ട് നോ ഐ ഷുഡ് ഗിവ് യു ദാറ്റ് സപ്പോർട്ട്. എന്തായാലും ഞാൻ ടീച്ചേഴ്സിനോടും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോ എന്തായാലും മീറ്റിംഗ് ഉണ്ട്, അപ്പോഴും ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നിങ്ങള് ഈ ഫെസിലിറ്റി കുറെ പുറത്തുള്ളവർക്കും കൂടി അങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങിയാല് ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് മീഡിയം ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 തുടങ്ങാനുള്ള ഒരു ട്രിഗർ ഒന്ന്. 2, ഇവിടെ വന്ന് കളിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിനോടൊരു താല്പര്യം വരും. അങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ പയ്യന്നൂർ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ആരും അഡ്മിഷൻ എടുക്കുന്നില്ല, പൂട്ടാൻ പോവാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ തുടങ്ങിയ പ്രോഗ്രാം എന്താ വെച്ചാൽ പാരന്റ്സിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഏത് കോളേജിൽ നിന്നും ഞങ്ങളുടെ ലാബുകൾ വന്ന് കാണാം, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് തുറന്നു. അപ്പൊ കുറേ പേര് ഞങ്ങൾ വണ്ടി ഓടിച്ചു ഫ്രീ ആയിട്ട്. ഓരോ സ്ഥലത്തു നിന്നും ആൾക്കാർക്ക് വണ്ടി ഓടിച്ച് തിരിച്ചു വരും, അവർക്ക് ഭക്ഷണം ഫ്രീ കൊടുത്തു. അത് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ടാക്കും. നമ്മൾ വലിയൊരു ഹോർഡിങ് വെക്കാൻ 3 ലക്ഷം റുപ്യാണ്, പക്ഷേ 1000 പേരെ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് തിരിച്ചുവിടാൻ 1 ലക്ഷം റുപ്യ ചെലവുള്ളൂ. അങ്ങനെ 5 ദിവസം മാത്രം ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ അഡ്മിഷൻ ഇറ്റ് ബിക്കേം ഫുൾ. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ. ഇപ്പൊ നിങ്ങളുടെ അതേപോലെയുള്ള ബിൽഡിംഗ് ആയിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്, നടുവിൽ സ്കൂൾ. പക്ഷെ അത് ഫുൾ മാറ്റിയിട്ട് ഞങ്ങൾ പെയിന്റിങ് മാറ്റി. അതിൽ എൻട്രൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, കുറെ പ്രാവിന്റെ താറാവിന്റെ അങ്ങനെയുള്ള കുറെ ചിത്രങ്ങൾ, ചെറിയൊരു ബ്രിഡ്ജ്, അതിൻ്റെ ഇടയിൽ ഒരു വെള്ളം പോകാനുള്ള വഴി, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര മോഡിഫൈ ചെയ്തു. അത് ചെയ്തപ്പോഴത്തേക്കും സ്കൂളിന്റെ ബ്യൂട്ടിഫുൾ മാറി. അങ്ങനെ ചെറിയ മോഡിഫിക്കേഷനിലാണ് നമ്മൾ ഫുൾ മാറ്റിയത്. ഓക്കെ. ആ ഞാൻ അയച്ച ലിസ്റ്റില് ഗ്രാൻഡ് മേയുടെ ലിസ്റ്റിൽ നോക്കിയാൽ കാണാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു മാറ്റം. സാധാരണ വീട് തന്നെ വാളുകളിലൊക്കെ കംപ്ലീറ്റ് വലിയ ഫ്ലക്സ് ആണ് വെച്ചത്. ആ ഫ്ലക്സിന് 500 റുപ്യ ചെലവ് വരുന്നു, പെയിന്റ് ചെയ്യാൻ അതിനേക്കാളും ചെലവ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഫ്ലക്സുകൾ വെച്ചിട്ട് ഈ നിലത്ത് കുഷ്യനും ആക്കി കർട്ടനൊക്കെ മാറ്റി. ബിൽഡിങ് പഴയ ബിൽഡിംഗ് ആയിരുന്നു, ഒരു പഴയ വീടായിരുന്നു. അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു ഏതൊരു ബ്ലോഗും ഉണ്ട്. ഞാൻ ആ ബ്ലോഗിന്റെ പിക്ചർ അയച്ചുതരാം. പഴയ പിക്ചറും ഇതും തമ്മിൽ എങ്ങനെയാ മാറ്റിയതെന്ന്. അങ്ങനെ വളരെ സിമ്പിളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ മിനിമം ഇപ്പം 6x4 എന്ന് പറയുന്ന ഒരു മ്യൂസിക് മാറ്റ് എന്ന് പറയുന്നതിന് ഒരു 2000 റുപ്യ വില വരുന്നു. ആക്ച്വലി എനിക്ക് ഞങ്ങൾക്കൊരു കുഷ്യൻ മേക്കർ ഉണ്ട് ഫ്രം കർണാടക. മൈ ഹസ്ബൻഡ് ഫർണിച്ചർ ഷോപ്പാണ്. പിന്നെന്താ വേണ്ടത്? അതുകൊണ്ട് അവിടെ സ്പോഞ്ച് ആക്ച്വലി മനസ്സിലായോ?
അതുപോലെ അതിന്റെ മുകളില് നമ്മൾ ഈ മ്യൂസിക് മാറ്റ് ഇട്ടാ എന്താ വെച്ചാൽ അത് ഡാമേജ് ആവില്ല. ഈ താഴത്തെ കുഷ്യൻ ഇട്ടിട്ട് മ്യൂസിക് മാറ്റ് ഇട്ടാൽ ഡാമേജ് ആവില്ല. അതല്ലെങ്കിൽ അതിന്റെ കണക്ഷൻസ് ഒക്കെ പിള്ളേര് ചവിട്ടുമ്പോൾ ഡിസ്കണക്ട് ആവും. ഈ കുഷ്യൻ ഉണ്ടാകുമ്പോൾ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. മനസ്സിലായി? അപ്പൊ മ്യൂസിക് മാറ്റിന് 500 റുപ്യക്ക് ഒരു ടേബിൾ സൈസ് മ്യൂസിക് മാറ്റ് കിട്ടും. അങ്ങനെ 4 എണ്ണം മേടിച്ചാൽ 2000 റുപ്യക്ക് നമ്മുടെ ആ ഹാള് പിള്ളേരുടെ ഒരു ഭയങ്കര ത്രില്ലിംഗ് സെന്റർ ആയിട്ട് മാറും. മനസ്സിലായോ? അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ അതിന്റെ മിനിമം ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഗ്യാരണ്ടി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. അർച്ചനയ്ക്ക് താമസിക്കാനും അവളുടെ സെക്യൂരിറ്റി, കാരണം ഹൈദരാബാദൊക്കെ വിട്ടിട്ട് വരുന്നല്ലേ. പിന്നെ അവൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവണം. അതാണ് അവളുടെ ഒരു ഏറ്റവും വലിയൊരു കൺസേൺ. ഞാൻ എൻ്റെ നാട് സജസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടെ ഒരു നെറ്റ്വർക്കും വർക്ക് ചെയ്യില്ല. കാരണം തീരെ കുഗ്രാമാണ്. മനസ്സിലായോ? അതും മഴക്കാലം അല്ല, 2.5 കിലോമീറ്റർ. നിങ്ങളുടെ പഴയന്നൂരിന്ന് 2.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. ഞാൻ അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ആദ്യം പഠിച്ചത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ശരി, ബൈ. അപ്പൊ അർച്ചനയുടെ നമ്പർ അയച്ചു. ഓക്കെ, താങ്ക് യു. ബൈ.